ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അതിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അവർക്ക് കൊടുത്തയക്കാൻ പോണത് കോഴിമുട്ട പൊരിച്ചതാണ് കേട്ടോ. കോഴിമുട്ട പൊരിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളൊക്കെ തന്നെയാണ്, പക്ഷേ രണ്ടാൾക്കും രണ്ട് തരാണ് കേട്ടോ. ഒരാൾക്ക് കോഴിമുട്ട വെറുതെ ഉപ്പിട്ടിട്ട് പൊരിച്ചാൽ മതി, പിന്നെ ഒരാൾക്കാണെങ്കിൽ സബോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിക്കണതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അവർക്കുള്ള കോഴിമുട്ടൊക്കെ ഞാനിവിടെ സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദോശകളായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കോഴിമുട്ട പൊരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചെറിയ ആൾക്ക് പിന്നെ കോഴിമുട്ട ഇങ്ങനെ പൊരിക്കണതാണ് ഇഷ്ടം. പിന്നെ കുരുമുളക് പൊടി ഉണ്ട് വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കാതെ അവനക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളോട് കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ഇട്ടില്ല കേട്ടോ. പിന്നെ മൂത്താൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചാണ്. ഇത് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കണം കേട്ടോ. എനിക്ക് സബോളൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പൊരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനങ്ങനെ എനിക്കുള്ള മുട്ട അതേപോലെ കുത്തി പൊരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാനാണ് ചെയ്തത്. അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറത്തൊക്കെ നല്ല മഴയുണ്ടാവും. അപ്പം മഴ കുറച്ച് നേരം കണ്ടിട്ടൊക്കെ നിന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് എനിക്കുള്ള കോഴിമുട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികളെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരെണ്ടിട്ടൊന്നുമില്ല കേട്ടോ. മഴയൊക്കെ അല്ലേ, അപ്പം നല്ല തണുത്തിട്ട് ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാണ്. വലിയ ആൾ പിന്നെ നേരത്തെ എണീക്കും കേട്ടോ. ചെറിയ ആൾ എന്നെ പിന്നെ വിളിച്ച് പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ പണികളൊന്നും കഴിയൂല. ഇടയ്ക്ക് ഇവരെ അങ്ങനെ വിളിക്കാൻ പോയാൽ കേട്ടോ. പിന്നെ ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് ഇതേപോലെ പഴമൊക്കെ നുറുക്കിയിട്ട് അങ്ങനെ വാട്ടിയിട്ട് അതവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശയിലേക്ക് അവർക്ക് പഴം വാട്ടിയതാണ് കേട്ടോ സെറ്റാക്കി കൊടുക്കണത്. അങ്ങനെ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഞാനതിൽ കുറച്ച് പഞ്ചസാര വതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവർക്ക് അങ്ങനെ ദോശയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള കയ്പ്പക്കായ ഞാൻ വറക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അധികം ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വറുത്ത് കഴിക്കണമെന്നാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ചോറിലേക്ക് അതും അച്ചാറും കോഴിമുട്ട പൊരിച്ചതൊക്കെ കൂടി കഴിക്കണം, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനെ പാത്രത്തിലെല്ലാം ആക്കി ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള വെള്ളവും ഒക്കെ ഒന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അങ്ങോട്ട് കഴിയും. വെള്ളം നിറച്ച് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചില ദിവസം അതേപോലെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. മഴയൊക്കെ കാരണം അങ്ങനെ കുടിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അങ്ങനെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.